ഈ വർഷത്തെ ഓണത്തിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കിയ ഒരു പുളിയിഞ്ചി കറിയാണ്. അത് തിരുവനന്തപുരം സ്റ്റൈലിൽ ചെയ്തതാണ്. വടക്കോട്ടൊക്കെ ഇങ്ങനെയല്ല ചെയ്യാറുള്ളത്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. കുറച്ച് ഒരു 50 ഗ്രാം ഇഞ്ചിയുടെ പുളിയിഞ്ചിയാണത്. ഇതിന് പുളിയിഞ്ചി എന്നല്ല, ഇഞ്ചിക്കറി എന്നാണ് പറയാറ്. ഇത് വെറും ചോറിൻ്റെ കൂടെ ഇത് മാത്രം വെച്ച് കഴിക്കാം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് നോക്കിയിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് PK സിംപ്ലി നാടനിൽ ഞാനൊരു ഇഞ്ചി കറിയാണ് ചെയ്യണത്. ഇഞ്ചി പിക്കിളാണ് ഓണത്തിന് വേണ്ടിയിട്ട് തെക്കേ ഇന്ത്യക്കാർ, അതായത് തിരുവനന്തപുരംകാർ ചെയ്യണ ഒരു ഇഞ്ചി കറിയാണ് ചെയ്യാൻ പോണത്. അതിന് ഞാനിപ്പോൾ ഇവിടെ ഒരു നോൺ സ്റ്റിക്ക് പോലത്തെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. കാരണം ഇരുമ്പ് ചട്ടി വെച്ചാൽ അത് പുളിയും ഇഞ്ചിയൊക്കെ അതിൽ ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്ത് കാണിക്കാം. ഞാനിവിടെ ഇഞ്ചി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആദ്യം ഇഞ്ചി ഒന്ന് വറുത്തെടുക്കണം. ഇത് പൊടിച്ചിട്ട് ചെയ്യണതാണിത്, വറുത്ത് പൊടിച്ചിട്ട്. ഒരു 4 സ്പൂൺ നല്ലെണ്ണയാണത്. ഒരു 50 ഗ്രാം ഇഞ്ചിയാണ്. നമ്മൾ വേഗം കഴിച്ച് തീർക്കണം, ഒരുപാട് നാൾ വച്ചേക്കാനും പാടില്ല. അധിക നാൾ വച്ചിരുന്നാലും ആരും കഴിക്കില്ല, ഇരുന്ന് ചീത്തയായിപ്പോൾ അതുപോലെ പൂപ്പൽ വരും. നമ്മളിത് വിനിഗർ ഒന്നും ഒഴിക്കാതെ ചെയ്യുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ കുറേ നാൾ ഇരുന്നുള്ളൂ. ഇത് നല്ല ഒന്ന് ചുമന്ന് വരണത് വരയ്ക്ക് വെയിറ്റ് ചെയ്യാം. ഫ്ലെയിം ലോയിൽ വെക്കണം, അപ്പോഴല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ഒരു ചുമന്ന കളർ വരണ വരയ്ക്ക് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ല വെന്ത് നല്ല ചുവന്ന് വരണം. വെള്ളത്തിൻ്റെ അംശമെല്ലാം പോകുമ്പോൾ ഈ പത നിൽക്കും, അതാണ് അതിൻ്റെ പരുവം. കണ്ടില്ലേ, അത് മൊരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ആ പതയൊക്കെ നിന്നു. ഇത് നമുക്കിത് കോരിയെടുത്ത് ആറാൻ വയ്ക്കാം. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതേ എണ്ണയിൽ നമുക്ക് മറ്റ് മുളക് പൊടിയില്ല താളിച്ചെടുക്കുക. അത് നല്ലെണ്ണയാണ്. ഈ എണ്ണയിലേക്ക് നമുക്ക് കടുകിടാം. ആവശ്യത്തിന് കടുക്, ഒരു 3-4 ഉലുവ. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാനിവിടെ ഒരു 2-3 വറ്റൽമുളക് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കറിവേപ്പില. എല്ലാം പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി അടിയിലായിപ്പോയി, 2 സ്പൂൺ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ ഉലുവപ്പൊടി, ഒരു ചെറിയ സ്പൂണ് കായപ്പൊടി. ഇതെല്ലാം കൂടെ ഇതിലേക്ക് ഇടണം. ഇത് തീ ഓഫ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്, ഇല്ലെങ്കിൽ ഇതെല്ലാം കൂടെ കരിഞ്ഞു പോകും. ഇത് ഇട്ട ഉടനെ ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കണം. ഇഞ്ചിക്ക് ആവശ്യമായ പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴാണ് ബാക്കി ഇടാനായിട്ട്. അതിവിടെ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് പുളിയുടെ കണ്ടൻറ്റും കുറച്ചാണ് ചേർത്തിട്ടുള്ളത്. കുറച്ചധികം ഞാൻ ഉതിരാനിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നല്ല പിഴിഞ്ഞിട്ട് അതിൻ്റെ അളവ് കുറച്ചാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഉപ്പിടാം. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. ഉപ്പ് കുറച്ച് കൂടുതലിടണം. ഇഞ്ചിയുടെ ആ ചവർപ്പും പുളിയും ഇതാവാനായിട്ട് ഉപ്പ് കുറച്ച് കൂടുതലിടണം. ഇത് എല്ലാം കൂടി തിളച്ച് വറ്റി കഴിയുമ്പോൾ കറക്റ്റായിട്ടുണ്ടാവും. ഇങ്ങനെയാണ് തിരുവനന്തപുരംകാർ ചെയ്യണത്. അതിന് ഉള്ളിയോ പച്ചമുളകോ ഒന്നും ചേർക്കില്ല, ഒരു ഇഞ്ചിയും പുളിയും മാത്രമാണ്, പിന്നെ മറ്റു മസാലകൾ.
ഇതൊന്ന് തിളച്ച് വരട്ടെ. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് ആറാൻ വെച്ച ഇഞ്ചി ആറിയിട്ടുണ്ട്. അതിന് നമുക്ക് പൊടിച്ചു കൊണ്ടുവരാം. പുളിയും മസാലയും നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടിച്ച ഇഞ്ചി അതിലേക്കിടാം. ഇത് കുറച്ചേ ഉള്ളെങ്കിലും 50 ഗ്രാമിൻ്റെ ഉണ്ടല്ലോ, നല്ല അത് പൊടിഞ്ഞത് നല്ല വറുത്തത് കൊണ്ടാണ് അങ്ങനെ ആയത്. എണ്ണയെല്ലാം കൂടി ചേർന്ന് ഇനി ഇത് നല്ല തിളച്ച് നല്ല ഒന്ന് വറ്റി വരണം. വറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല കട്ടിയാവും. അപ്പോൾ നമുക്ക് ഇലയിൽ വയ്ക്കേണ്ട പരുവമാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇനി ഇതിൽ അതിൻ്റെ ചവർപ്പും പുളിയും ഒക്കെ ഇതാവാൻ വേണ്ടിയിട്ട് ഒരു ശകലം ശർക്കരയുടെ പീസിടാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ കായവും എല്ലാം അതിലേക്ക് പിടിച്ചോളൂ. നല്ലോണം ഒന്ന് വറ്റട്ടെ. നല്ല വെള്ളമെല്ലാം വറ്റി ആ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു 1 മാസത്തോളം ഇരിക്കും. ഇത് നല്ല കണ്ടില്ലേ, ഇഞ്ചി ഒന്നും കടിക്കുകയില്ല, നല്ല അരഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ആറാൻ വയ്ക്കണം. ഇത് ഈ പാത്രത്തിൽ നമുക്ക് ചോറിട്ട് കഴിക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിതിൽ മധുരമൊന്നും ചേർത്തിട്ടില്ല. വേണമെങ്കിൽ കുറച്ച് മധുരം ചേർക്കാം, ഒരല്പം ശർക്കരയോ ഉണ്ടല്ലേ. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ആറാനായിട്ട് വെച്ചിട്ട് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലിട്ട് മാറ്റാം. സാധാരണ ഇഞ്ചിക്കറി എല്ലാവരും ഉത്രാടത്തിനല്ലേ ചെയ്യാറ്. തലേ ദിവസം ചെയ്ത് വയ്ക്കുമ്പോൾ അത് നല്ല പാകത്തിന് വറ്റി കുറച്ച് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇതുപോലെ എളുപ്പത്തിലുള്ള ഒരു ഇഞ്ചിക്കറി എല്ലാം തയ്യാറാക്കിയിട്ട് കമൻറ്റ് അറിയിക്കാനും മറക്കല്ലേ. ഇതുപോലുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ബായ്.